ഒരു കുഞ്ഞു സംഭവമുണ്ട്. ഈ മനുഷ്യൻ ദൂരെ ജോലി കഴിഞ്ഞിട്ട് മദ്യപിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തുകയാണ്. വിദേശത്ത് നടക്കുന്ന കഥയാണ്. എന്നിട്ട് ആദ്യം കണ്ട പോർട്ടറെ വിളിച്ചിട്ട് പറയുന്നു, നീ എന്റെ കൂടെ ഒന്ന് അടുത്തുള്ള ഫാൻസി സ്റ്റോറിലേക്ക് വരിക. ആൾ കൂടെ ചെന്നു. കൂടെ ചെന്നപ്പോൾ പറഞ്ഞു, നിനക്കറിയാമോ, ഞാൻ ദൂരയാത്ര കഴിഞ്ഞിട്ട് വരികയാണ്. എവിടെയൊക്കെ ദൂരയാത്ര കഴിഞ്ഞിട്ട് ഞാൻ വന്നാലും എന്റെ മകൾക്ക് വേണ്ടി ഞാനൊരു സമ്മാനം കരുതാറുണ്ട്. ഇപ്പോൾ ആ സമ്മാനം കണ്ടുപിടിക്കാൻ പറ്റിയൊരു മൂഡിലല്ല ഞാൻ. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി സമ്മാനം കണ്ടുപിടിക്കുക. ഇയാൾ അനങ്ങുന്നില്ല. അതുകൊണ്ട് ഈ മനുഷ്യന് ദേഷ്യമായി. നിന്നോടല്ലേ പറഞ്ഞൊരു സമ്മാനം കണ്ടുപിടിക്കാനായിട്ട്? അപ്പോൾ വളരെ സൗമ്യനായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, ഇത്രയും കാലം നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊടുക്കാത്തതും എന്നാൽ ഏത് നിമിഷം വേണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് നൽകാവുന്നതുമായ ഒരു സമ്മാനമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണത്? സുബോധത്തോട് ചെല്ലുന്ന അച്ഛൻ, സുബോധത്തോട് ചെല്ലുന്ന പപ്പ. ഈ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഒരു ഇടിവാളായിട്ട് വീണു. ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് മാറി. അയാൾ വെച്ച് ഈ ഫാൻസി സ്റ്റോർ പുറത്തേക്ക് പോവുകയും ചെയ്തു. പിന്നീട് ഈ മനുഷ്യൻ ഈ സംഭവം ഗൈഡ് പോസ്റ്റ് എന്ന് പറയുന്നൊരു മാസികക്കകത്ത് എഴുതിയിട്ടുണ്ട്. അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് നൽകാനാവുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളെ തന്നെയാണ്. എന്താ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അതിന് അവകാശമില്ലേ? എന്താ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അതിന് അവകാശമില്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം നിങ്ങളെ തന്നെയാണ്. എന്താ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അതിന് അവകാശമില്ലേ? ഒരു കുഞ്ഞിന് അപ്പന് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം അവളെ തന്നെയാണ്. അപ്പന് കുഞ്ഞിന് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം അപ്പനെ തന്നെയാണ്. നമ്മളെ തന്നെ സമ്മാനമായിട്ട് നൽകാനുള്ള കൃപ. ബോധപൂർവമാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുക. കൃപയുണ്ടാവട്ടെ.